the toy boy. നമ്മള് കാർ ഷോറൂം തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ കൂട്ടുകാരെ? പക്ഷേ സിറ്റിയിൽ റോഡില്ലാതെ എങ്ങനെ കാറൊക്കെ കൊണ്ടുവരുമല്ലേ? അപ്പൊ ഞങ്ങൾ സിറ്റിയിലുള്ള എല്ലാരും കൂടെ ചേർന്ന് സിറ്റിക്ക് റോഡ് ഉണ്ടാക്കാൻ പോവാണേ. ഇങ്ങനെ ഒരു സ്പ്രേ പെയിന്റും ഇതുപോലെയുള്ള കാർഡ്ബോർഡ് പീസും വെച്ചിട്ടാണ് ഞങ്ങള് സിറ്റിയിലെ റോഡ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഉണ്ടാക്കാൻ കൂടാൻ കേട്ടോ. ഏതായാലും വെക്കേഷൻ ഒക്കെ അല്ലേ, ചുമ്മാ ഇരിക്കുമല്ലേ, അവിടെ ഇവിടെ ഒരുപാട് കാർഡ്ബോർഡ് പീസസ് ഉണ്ടായിരിക്കും. ഒരു സ്പ്രേ പെയിന്റ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെ പോലെ റോഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞങ്ങള് 15 സെന്റിമീറ്റർ വിഡ്ത്തിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. പപ്പയാണ് അതിൽ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളും അതെ മുതിർന്നവരുടെ ഹെൽപ്പ് എടുക്കണം കേട്ടോ. അയ്യോ മമ്മിയോ ആരാളെന്ന് വെച്ചാൽ അവരടുത്ത് ഹെൽപ്പ് എടുത്തിട്ട് വേണം സ്പ്രേ പെയിന്റ് ചെയ്യാനായിട്ട്. കുട്ടികൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കാർഡ്ബോർഡ് പീസസ് ആയി വെച്ച് പെയിന്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അപ്പഴാണ് മനസ്സിലായി ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തീരില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാ പീസും കൂടെ ഒരുമിച്ച് വെച്ച് വീണ്ടും വീണ്ടും സ്പ്രേ പെയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ പപ്പ ചെയ്യുന്നത് കാണുന്നുണ്ടോ നിങ്ങള്? പപ്പ മാത്രല്ല കേട്ടോ, ഇവിടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അവിടെയും കാണുമല്ലോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നേ. കൂട്ടുകാരെ, നിങ്ങൾ റോഡിലെ കാർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മളിപ്പോ പെയിന്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ പെയിന്റ് ചെയ്ത ശേഷം ഇതിനേക്ക് ഉണങ്ങാൻ വെക്കണം കേട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞാലാണ് അടുത്ത പരിപാടി. നിങ്ങൾ റോട്ടിലെ വൈറ്റ് ലൈൻസ് കണ്ടിട്ടില്ലേ? അങ്ങനെ ലൈൻ ഉണ്ടാക്കാൻ ഒരു എളുപ്പ വഴി തരികയാണ് ഞങ്ങള്. പക്ഷേ ആ വഴി പാളിപ്പോയി, അത് നടന്നില്ല. വിചാരിച്ചു ഇങ്ങനെ A4 ഷീറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യാന്ന്. അങ്ങനെ A4 ഷീറ്റ് എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ സൈസിൽ കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ട് അളന്ന് ലൈൻസ് ഒക്കെ വരച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. എത്ര എണ്ണം വേണമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് പ്ലാൻസ് ഒക്കെ വെച്ച് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ സ്കെയിലൊക്കെ വെച്ച് അളവ് നോക്കിയിട്ട് ഇതെന്താ ചെയ്യുന്നറിയോ? റോഡില് എത്ര വിധത്തിലാണ് ഇതൊക്കെ ഇങ്ങനെ ഒട്ടിക്കേണ്ടത്, എത്ര ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ വൈറ്റ് ലൈൻസ് ഒട്ടിക്കാനെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് റോഡായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല അല്ലേ? പക്ഷെ കുറച്ച് കഴിഞ്ഞ് കണ്ടോ മാജിക്. നമ്മൾ ആ A4 ഷീറ്റ്സ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. കട്ട് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ മുതിർന്നവരുടെ ഹെൽപ്പ് കൂടി ചോദിക്കണേ. കൈ മുറിയാനും കാൽ മുറിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ കൂട്ടുകാരെ. നമ്മൾ ആ വൈറ്റിലെല്ലാം പശ തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ചെറിയ ചെറിയ പേപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ പശ തേക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് മുൻപ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഉണ്ടോ? ഇപ്പൊ ചെറുതായിട്ടൊരു റോഡ് പോലെയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലേ? ഓ, ഇത്രയധികം ബോർഡ്സ് ഉണ്ട് ഒട്ടിക്കാൻ. അത്യാവശ്യം സമയം എടുക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടി എന്തായാലും ഇത് തന്നെയായിരിക്കും എനിക്ക് മനസ്സിലായി. റോഡ് ഉണ്ടാക്കലത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ലേ? നമ്മളിപ്പോ റിയൽ റോഡ് ഉണ്ടാക്കുന്നത് തന്നെ ഇത്ര ദിവസങ്ങൾ എടുത്തിട്ടാ, കണ്ടിട്ടില്ലേ? പിന്നെ നമ്മളും റോഡ് ഉണ്ടാക്കാൻ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഏതായാലും നമ്മള് വെക്കേഷൻ ആയിട്ട് ചുമ്മാ ഇരിപ്പല്ലേ. ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാന്നേ. ഇപ്പൊ തന്നെ കളിക്കാലോ. ഈ പേപ്പേഴ്സ് ഒട്ടിക്കുമ്പോ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണേ. ഇല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ തെറ്റിപ്പോയാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല.
തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടല്ലേ, എനിക്കറിയാം. നമ്മൾ അതിനൊരു വേറെ എളുപ്പവഴി കണ്ടുപിടിച്ചു കേട്ടോ. നമ്മള് സ്കെയില് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാ കാർഡ്ബോർഡിലും സ്കെയില് വെച്ച് മാർക്ക് ചെയ്യാതെ ഇങ്ങനെ പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഉണ്ടോ? ഇതാവുമ്പോ സ്കെയിലൊന്നും എടുക്കാതെ പെട്ടെന്ന് പണി തീർക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ കാർഡ്ബോർഡിലും വൈറ്റ് പേപ്പേഴ്സ് ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പൊ ശരിക്കും കുറച്ചൊക്കെ റോഡായി തന്നെ തോന്നുന്നുണ്ടല്ലേ? ഇനി ഈ റോഡൊക്കെ നമ്മുടെ സിറ്റിയിൽ അറേഞ്ച് ചെയ്യണം. അതെന്തായാലും എന്നെ കൊണ്ടോ എന്റെ പപ്പയും അമ്മയെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് നടക്കില്ല. ഞങ്ങളുടെ നാട്ടുകാരെ കൊണ്ടും നടക്കില്ല. അതിന് കൺസ്ട്രക്ഷൻ പണിക്കാർ തന്നെ വേണ്ടി വരും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡില് റോഡ് സെറ്റ് ചെയ്യുന്നത് കാണാമേ. കൺസ്ട്രക്ഷൻ പണിക്കാരും അവരുടെ വെഹിക്കിൾസും എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. അതുവരെ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണേ. ബൈ.